ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇത് പർപ്പിൾ ഹാർട്ട് എന്ന് പറയുന്ന ഒരു ചെടീന് കാണാൻ നല്ല ഭംഗിയുള്ളൊരു ചെടീന് കേട്ടോ. ഇതിൽ കൊച്ചു കൊച്ചു പൂക്കളും വരും. പൂക്കൾ അധികം ദിവസമൊന്നും നിൽക്കില്ല, ഒരു ദിവസം മാത്രം നിൽക്കുന്ന ഒരു പൂവാണ് ഇതിൽ വരുന്നത്. എന്നാലും നല്ല ഭംഗിന് കാണാനായിട്ട് ചെറിയ കമ്മൽ പോലെയുള്ള പൂക്കൾ ഇതിൽ വരുമ്പോഴേ ഇതിൻ്റെ ഇലയ്ക്കും തണ്ടിനും നല്ല ഡാർക്ക് പർപ്പിൾ കളറാണ്. ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയും കൂടിയാണ്. ഞാൻ തന്നെ ഇപ്പോൾ ഒരു വലിയൊരു ടയറിലാണ് ഈ ചെടി നട്ട് കൊടുത്തത്. ഇപ്പോൾ ടയർ തിങ്ങി നല്ല ബുഷിയായിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ ചെടി. ഇപ്പോൾ ആ ടയർ തിങ്ങി ബുഷിയായിട്ട് വന്നു ഇപ്പോൾ ഈ ചെടി. ഈ വീഡിയോയിൽ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതിൻ്റെ ഭംഗി. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വളർത്തിയെടുക്കാൻ പറ്റും. ഹാങ്ങിങ് ആയിട്ട് വേണമെങ്കിൽ വളർത്താം, അല്ല ഗ്രൗണ്ടിൽ നമുക്ക് തോട്ടത്തിൽ ബുഷിയായി വളർത്തണമെങ്കിൽ അങ്ങനെയും വളർത്താം. ചെടിച്ചട്ടിയിൽ വളർത്തണമെങ്കിൽ ചെടിച്ചട്ടിയിലും നല്ല ബുഷിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ ഇൻഡോർ വയ്ക്കാനും പറ്റും കേട്ടോ. പർപ്പിൾ ഹാർട്ട് എന്ന് പറയുന്ന ചെടി ഇൻഡോറായിട്ടും വേണമെങ്കിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഇത് പിടിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ഇതിൻ്റെ ചെറിയൊരു തണ്ട് മതി, ഇത്രയ്ക്ക് പോകുന്നൊരു തണ്ട് മതി ഇതിൻ്റെ പുതിയ തൈ നമുക്ക് പിടിപ്പിച്ചെടുക്കാനായിട്ട്. പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന ഒരു ചെടിയും കൂടിയാണ് പർപ്പിൾ ഹാർട്ട്. ഇതിൻ്റെ വേറെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ തണ്ടിലും ഇലയിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു പ്രകൃതമാണ്. നമ്മുടെ മഷിത്തണ്ടില്ലേ, മഷിത്തണ്ടിൻ്റെ പോലെയാണ് ഇതിൻ്റെ തണ്ടും ഇലയൊക്കെ. ഒരുപാട് വെള്ളം ഇതിൻ്റെ തണ്ടിലും ഇലയിലൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ വെള്ളം തെളിഞ്ഞ് വരുന്നത്. അത് വിരലിങ്ങനെ വിടുമ്പോൾ അത് പോവും. അത്രയ്ക്കധികം വെള്ളം ഇതിൻ്റെ തണ്ടിലും ഇലയിലും ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അധികം കെയറിങ് ഒന്നും വേണ്ട ഇത് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട്. അസുഖങ്ങളും അധികമില്ലാത്തൊരു ചെടീന് പർപ്പിൾ ഹാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ചെടി. ഈ ചെടിയിൽ എപ്പോഴും ഈ ചെറിയ ചെറിയ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതിൽ തീരെ പൂവില്ലാണ്ടിരിക്കില്ല. പൂവ് ഒരു ദിവസം നിൽക്കുള്ളൂ എന്ന് മാത്രം. അതേപോലെ തന്നെ ഇതിൻ്റെ ഇലയിലും തണ്ടിലൊക്കെ ഒരുപാട് വെള്ളം ശേഖരിച്ച് വെച്ചിട്ടുള്ള കാരണം ഇതിന് എന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ 2 ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം കൊടുത്താലും ഈ ചെടി ഇതുപോലെ തന്നെ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ടാവും, യാതൊരു കുഴപ്പമില്ലാണ്ട്. പിന്നെ ഏത് സാഹചര്യത്തിലും വളരുന്ന ഒരു ചെടിയും കൂടിയാണ് പർപ്പിൾ ഹാർട്ട്. എത്ര വെയിലായാലും മഴയായാലും നല്ല ഇതിൽ ബുഷിയായി വളർന്നു വരുന്ന ഒരു ചെടീന്. നമ്മൾ ഇത് ചെടി പിടിപ്പിക്കാനായിട്ട് മറ്റുള്ള ചെടികൾക്ക് കൊടുക്കണ അത്രയ്ക്ക് ശ്രദ്ധയും ഇതൊന്നും നമ്മൾ ഇതിന് കൊടുക്കേണ്ട കാര്യമില്ല. ഇത് നമ്മൾ ജസ്റ്റ് ഒരു തണ്ട് ഇങ്ങനെ കുത്തിയിട്ട് 2 ആഴ്ച കഴിയുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതാകെ ബുഷിയായി പടർന്ന് നിൽക്കുന്നത്. അത്രയ്ക്ക് എളുപ്പത്തിൽ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റണ നല്ലൊരു ചെടീന് പർപ്പിൾ ഹാർട്ട്. ഇതിൻ്റെ ഇലയും തണ്ടും കാണാൻ തന്നെ എന്തൊരു ഭംഗീന് നോക്കിയാൽ. അതിലാ കൊച്ചു കൊച്ചു പിങ്ക് പൂവും കൂടിയും വരുമ്പോൾ നല്ല ഭംഗീന് കാണാനായിട്ട്. ഈ ഒരു ചെടി നമ്മൾ ചെടിച്ചട്ടിയിൽ നടന്നേക്കാളും നല്ലത് ഗാർഡനിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു കോർണറിലൊക്കെ നല്ലൊരു ഷേപ്പിൽ പിടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബുഷിയായി വളർന്നു കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. താഴെ പിടിപ്പിക്കുന്നതാണ് കുറച്ചും കൂടി കൂടുതൽ ഭംഗി. നമ്മളിങ്ങനെ ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോഴേ ഏതെങ്കിലും ഒരു ഏരിയ മൊത്തം ഈ പർപ്പിൾ ഹാർട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സ്ഥലമുള്ളവർക്ക് എന്ന് വെച്ചാൽ ഒരുപാട് ഐഡിയയിൽ നമുക്ക് ഈ ഒരു ചെടി ചെയ്തെടുക്കാൻ പറ്റും ഗാർഡനിൽ. ഇപ്പോൾ തെങ്ങും മാവും മരമൊക്കെ ഉള്ളവർക്കെന്ന് വെച്ചാൽ നമുക്ക് അത്രയ്ക്ക് ഭംഗിയിൽ നമ്മുടെ ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റില്ല. ഗാർഡൻ ഉള്ളിടത്ത് യാതൊരു വൃക്ഷങ്ങളൊന്നും ഇല്ലാണ്ട് ഉള്ള സ്ഥലം എന്ന് വെച്ചാൽ നമുക്ക് ഇത് നല്ല ഭംഗിയിൽ ഒരു ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ ഗാർഡനിൽ. അപ്പോൾ ഇതിങ്ങനെ തിങ്ങി വളർന്ന് വരുമ്പോഴേ നല്ല ഭംഗിൻ്റെ ദൂരം നിന്ന് നോക്കുമ്പോൾ തന്നെ ഒരു ഏരിയ മൊത്തം നല്ല വയലറ്റ് കളറായി നിൽക്കുന്നത് കാണാൻ നല്ല രസമായിരിക്കും. എൻ്റെ കയ്യിലുള്ള ഈ ചെടി ടയറിലും പിന്നെ ഹാങ്ങിങ്സൊക്കെ ആയിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പർപ്പിൾ ഹാർട്ട് എന്ന് പറയുന്ന ചെടിയുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒന്ന് ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്ത് തരാം, സബ്സ്ക്രൈബൊക്കെ ചെയ്ത്. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളായി ഇനി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.